ഇതുവരെയുള്ള പഠനമെല്ലാം തൃപ്തികരമായിരിക്കുമെന്ന് വിചാരിക്കട്ടെ. നമ്മളിപ്പോൾ 9ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞതിൽ നമ്മൾ നെഗറ്റീവ് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോയിരുന്നു. അതൊന്നുകൂടി വിശദമാക്കുകയാണ് നമ്മൾ ഈ ദിവസം. ഹി ഈസ് റണ്ണിങ്, അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹി വാസ് റണ്ണിങ്, അവൻ ഓടിക്കൊണ്ടിരിക്കുക ആയിരുന്നു. ഹി ഹാസ് റൺ, അവൻ ഓടിയിട്ടുണ്ട്. ഇതിലൊക്കെ ഓക്സിലറി ഉണ്ട്, ഈസ്, വാസ്, ഹാസ്. അതുകൊണ്ട് തന്നെ നോട്ട് ചേർക്കൽ എളുപ്പമാണ്. ഹി ഈസ് നോട്ട് റണ്ണിങ്, അവൻ ഓടിക്കൊണ്ടിരിക്കുകയല്ല. ഹി വാസ് നോട്ട് റണ്ണിങ്, അവൻ ഓടിക്കൊണ്ടിരിക്കുക ആയിരുന്നില്ല. ഹി ഹാസ് നോട്ട് റൺ, അവൻ ഓടിയിട്ടില്ല. സിമ്പിളാണ്. ഈസ് നോട്ട് അല്ല, വാസ് നോട്ട് ആയിരുന്നില്ല, ഹാസ് നോട്ട് ഇല്ല. സിമ്പിളാണ്. ഇത് ബാക്കിയുള്ളതും നിങ്ങൾക്ക് എന്താക്കാവുന്നേ ഉള്ളൂ, ഈ രീതിയിൽ തന്നെ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കണേ. ഐ റൺ, ഞാൻ ഓടുന്നു. ഹി റൺസ്, അവൻ ഓടുന്നു. ഹി റാൻ, അവൻ ഓടി. ഇവിടെ പ്രത്യക്ഷത്തിൽ നമ്മൾ ഓക്സിലറി കാണുന്നില്ല, പക്ഷേ ഈ ഓക്സിലറി ഇതിനകത്ത് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. V1 രൂപമാണ് കാണുന്നതെങ്കിൽ സഹായകക്രിയ ഡു ആയിരിക്കും. V1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പ്രസൻറ്റ് ഫോം. എസ് ഫോം ആണ് കാണുന്നതെങ്കിൽ സഹായക്രിയ ഡസ് ആയിരിക്കും. അതായത് എസ് കാണുന്നുണ്ടെങ്കിൽ ഹി റൺസ്, അതിൻ്റെ റണ്ണിൻ്റെ കൂടെ എസ് ഉണ്ടല്ലോ, റൺസ് എന്നാണ് കാണുന്നതെങ്കിൽ ഓക്സിലറി ഡസ് ആയിരിക്കും. പാസ്റ്റാണ് കാണുന്നതെങ്കിൽ ഹി റാൻ, രണ്ടാമത്തെ ഫോം V2 ആണ് കാണുന്നതെങ്കിൽ സഹായകക്രിയ ഡിഡ് ആയിരിക്കും. ക്ലിയർ ആയോ? ഒന്നും കൂടി വായിച്ചു നോക്കൂ. V1 റൺ, റാൻ, റൺസ്. എസ് കൂടുന്നതാണല്ലോ എസ് ഫോം. റൈറ്റ്, റോട്ട്, റൈറ്റ്സ്. തിങ്ക്, തോട്ട്, തിങ്സ്. അതുപോലെ V1 ആണ് കാണുന്നതെങ്കിൽ ഡു. V2 അതായത് പാസ്റ്റ് ഫോം ആണ് കാണുന്നതെങ്കിൽ ഡിഡ്. എസ് ഫോം ആണ് കാണുന്നതെങ്കിൽ ഡസ്. അവസാനം വെർബിൻ്റെ കൂട്ടത്തിൽ എസ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, അപ്പോൾ അത് ഡസ് ആയിരിക്കും. ഡൂവിൻ്റെ കൂട്ടത്തിൽ എസ് ചേർന്നതാണ് ശരിക്കും ഡസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? അപ്പോൾ V1 വന്നിട്ടുണ്ടെങ്കിൽ ഡു, എസ് ഫോം കണ്ടാൽ ഡസ്, പാസ്റ്റ് ആണ് കാണുന്നതെങ്കിൽ ഡിഡ്. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണ്. ഐ റൺ, ഞാൻ ഓടുന്നു. ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു. ഐ ജമ്പ്, ഞാൻ ചാടുന്നു. ഐ റൈറ്റ്, ഞാൻ എഴുതുന്നു. ഐ സ്വിം, ഞാൻ നീന്തുന്നു. ഐ ബൈറ്റ്, ഞാൻ കടിക്കുന്നു. ഐ ഈറ്റ്, ഞാൻ തിന്നുന്നു. ഐ ഡ്രിങ്ക്, ഞാൻ കുടിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ വന്നിട്ടുള്ളത് V1 ഫോമാണ്, അതായത് ബേസ് ഫോം അല്ലെങ്കിൽ പ്രസൻറ്റ് ഫോം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇവിടെയൊക്കെ ഓക്സിലറി, ഇതിനകത്ത് സൈലൻ്റ് ആയിരിക്കുന്ന ഓക്സിലറി ഡു ആയിരിക്കും. ഐ റൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് സത്യത്തിൽ അത് ഐ ഡു റൺ എന്നാണ് ഉള്ളത്. ഡു സൈലൻ്റ് ആയതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. ഇതുപോലെ ബാക്കിയുള്ളതൊന്ന് പറഞ്ഞു നോക്കോ. ഇതിനകത്തെല്ലാം ഉള്ള ഓക്സിലറി ഡു ആണെന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഹി റൺസ്, അവൻ ഓടുന്നു. ഹി തിങ്സ്, അവൻ ചിന്തിക്കുന്നു. ഹി ജംപ്സ്, അവൻ ചാടുന്നു. ഹി റൈറ്റ്സ്, അവൻ എഴുതുന്നു. ഹി സ്വിംസ്, അവൻ നീന്തുന്നു. ഹി ബൈറ്റ്സ്, അവൻ കടിക്കുന്നു. ഹി ഈറ്റ്സ്, അവൻ തിന്നുന്നു. ഹി ഡ്രിങ്ക്സ്, അവൻ കുടിക്കുന്നു. ഇതിനൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥം കേട്ടോ. അതായത് എസ് വന്നാലും ബേസ് ഫോം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥം. അവൻ ഓടാറുണ്ട്, അവൻ ചിന്തിക്കാറുണ്ട്, അവൻ ചാടാറുണ്ട് എന്നൊക്കെ മീനിങ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാനത് പറഞ്ഞു പോകുന്നില്ല എന്ന് മാത്രം. ഇവിടെയൊക്കെ എസ് വന്നിട്ടുണ്ട് വെർബിൻ്റെ പുറകിൽ. റൺസ്, തിങ്സ്, ജംപ്സ്, റൈറ്റ്സ്. അതുകൊണ്ട് തന്നെ ഓക്സിലറി ഡസ് ആയിരിക്കും. എസ് കണ്ടാൽ ഡസ്.
I ran, I thought, I jumped, I wrote, I swam, I bit, I ate, I drank. ഞാൻ ഓടി, ഞാൻ ചിന്തിച്ചു, ഞാൻ ചാടി, ഞാൻ എഴുതി, ഞാൻ നീന്തി, ഞാൻ കടിച്ചു, ഞാൻ തിന്നു, ഞാൻ കുടിച്ചു. ഇതൊക്കെ പാസ്റ്റാണ്, അത് ചെയ്തു എന്നർത്ഥം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഓക്സിലറി ഡിഡ് ആയിരിക്കും. V2 അല്ലെങ്കിൽ പാസ്റ്റ് ഫോം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓക്സിലറി ഫോം, അതിലടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡിഡ് ആയിരിക്കും. ഒരു സെൻറ്റൻസിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിലറി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഹിഡൻ ആയിരിക്കുന്ന ഓക്സിലറി കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി അതിനകത്ത് നോട്ട് ചേർത്തിട്ട് അത് നെഗറ്റീവ് ആക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഐ റൺ, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഡു ആണെന്ന് നമുക്കറിയാം. കാരണം V1 വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ഡു ആയിരിക്കും ഉണ്ടാവുക. ഐ റൺ, ഞാൻ ഓടുന്നു. ഐ ഡോണ്ട് റൺ, ഞാൻ ഓടുന്നില്ല. ഐ കം, ഞാൻ വരുന്നു. ഐ ഡോണ്ട് കം, ഞാൻ വരുന്നില്ല. ഐ റൈറ്റ്, ഞാൻ എഴുതുന്നു. ഐ ഡോണ്ട് റൈറ്റ്, ഞാൻ എഴുതുന്നില്ല. ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു. ഐ ഡോണ്ട് തിങ്ക്, ഞാൻ ചിന്തിക്കുന്നില്ല. ഐ ഡ്രിങ്ക്, ഞാൻ കുടിക്കുന്നു. ഐ ഡോണ്ട് ഡ്രിങ്ക്, ഞാൻ കുടിക്കുന്നില്ല. ഐ ഈറ്റ്, ഞാൻ തിന്നുന്നു. ഐ ഡോണ്ട് ഈറ്റ്, ഞാൻ തിന്നുന്നില്ല. ഐ ഗോ, ഞാൻ പോകുന്നു. ഐ ഡോണ്ട് ഗോ, ഞാൻ പോകുന്നില്ല. ഐ സ്ലീപ്പ്, ഞാൻ ഉറങ്ങുന്നു. ഐ ഡോണ്ട് സ്ലീപ്പ്, ഞാൻ ഉറങ്ങുന്നില്ല. ഐ ഡോണ്ട് കം വിത്ത് യു നൗ, ഞാനിപ്പോൾ നിൻ്റെ കൂടെ വരുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് സോ, ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. ഐ ഡോണ്ട് റൺ ടുഡേ, ഞാനിന്ന് ഓടുന്നില്ല. ഐ ഡോണ്ട് റൺ എവരി ഡേ, ഞാൻ എന്നും ഓടാറില്ല. ഐ ഡോണ്ട് ഡ്രിങ്ക് കോഫി, ഞാൻ കാപ്പി കുടിക്കാറില്ല. കാരണം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യാറില്ല എന്നും കൂടി അതിന് മീനിങ് കിട്ടുമല്ലോ. ഇനി ഡസ് നോട്ട്. ഹി റൺസ്, അവിടെ എസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഡസ് ആയിരിക്കും ഓക്സിലറി നമുക്കറിയാം. ഹി റൺസ്, അവൻ ഓടുന്നു. ഹി ഡസൻ റൺ, അവൻ ഓടുന്നില്ല. ഹി കംസ്, അവൻ വരുന്നു. ഹി ഡസൻ കം, അവൻ വരുന്നില്ല. ഹി റൈറ്റ്സ്, അവൻ എഴുതുന്നു. ഹി ഡസൻ റൈറ്റ്, അവൻ എഴുതുന്നില്ല. ഹി തിങ്സ്, അവൻ ചിന്തിക്കുന്നു. ഹി ഡസൻ തിങ്ക്, അവൻ ചിന്തിക്കുന്നില്ല. ഹി ഡ്രിങ്ക്സ്, അവൻ കുടിക്കുന്നു. ഹി ഡസൻ ഡ്രിങ്ക്, അവൻ കുടിക്കുന്നില്ല. ഹി ഈറ്റ്സ്, അവൻ തിന്നുന്നു. ഹി ഡസൻറ്റ് ഈറ്റ്, അവൻ തിന്നുന്നില്ല. ഹി ഗോസ്, അവൻ പോകുന്നു. ഹി ഡസൻ ഗോ, അവൻ പോകുന്നില്ല. ഹി സ്ലീപ്സ്, അവൻ ഉറങ്ങുന്നു. ഹി ഡസൻ സ്ലീപ്പ്, അവൻ ഉറങ്ങുന്നില്ല. ഇതിനൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഡൂം ഡസനും ചെയ്യാറില്ല എന്നുള്ള മീനിങ് കൂടി കിട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഹി ഡസൻ റൺ, അവൻ ഓടാറില്ല. ഹി ഡസൻ കം, അവൻ വരാറില്ല. ഹി ഡസൻ റൈറ്റ്, അവൻ എഴുതാറില്ല. ഹി ഡസൻ തിങ്ക്, അവൻ ചിന്തിക്കാറില്ല. ഹി ഡസൻ ഡ്രിങ്ക്, അവൻ കുടിക്കാറില്ല. ഹി ഡസൻ ഗോ, അവൻ പോവാറില്ല. ഹി ഡസൻ സ്ലീപ്പ്, അവൻ ഉറങ്ങാറില്ല. ഹി ഡസൻ സ്ലീപ്പ് നൗ എ ഡേയ്സ്, ഈ ഡേറ്റ് അവൻ ഉറങ്ങാറില്ല. ക്ലിയർ ആയോ? ഇനി ഡിഡ് ഉപയോഗിച്ചിട്ടുള്ളത്, അത് പാസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡിഡ് ആണെന്ന് നമുക്കറിയാം. ഐ റാൻ, ഞാൻ ഓടി. ഐ ഡിഡൻറ്റ് റൺ, ഞാൻ ഓടിയില്ല. ഐ കെയിം, ഞാൻ വന്നു. ഐ ഡിഡൻറ്റ് കം, ഞാൻ വന്നില്ല. ഐ റോട്ട്, ഞാൻ എഴുതി. ഐ ഡിഡൻറ്റ് റൈറ്റ്, ഞാൻ എഴുതിയില്ല. ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു. ഐ ഡിഡൻറ്റ് തിങ്ക്, ഞാൻ ചിന്തിച്ചില്ല. ഹീ ഡ്രാങ്ക്, അവൻ കുടിച്ചു. ഹീ ഡിഡൻറ്റ് ഡ്രിങ്ക്, അവൻ കുടിച്ചില്ല. ഹീ എയ്റ്റ്, അവൻ തിന്നു. ഹീ ഡിഡൻറ്റ് ഈറ്റ്, അവൻ തിന്നില്ല. ഹീ വെൻറ്റ്, അവൻ പോയി. ഹി ഡിഡൻറ്റ് ഗോ, അവൻ പോയില്ല. ഹി സ്ലപ്റ്റ്, അവൻ ഉറങ്ങി. ഹി ഡിഡൻറ്റ് സ്ലീപ്പ്, അവൻ ഉറങ്ങിയില്ല. ഹി ഡിഡൻറ്റ് സ്ലീപ്പ് യെസ്റ്റർഡേ, അവൻ ഇന്നലെ ഉറങ്ങിയില്ല. ഹി ഡിഡൻറ്റ് ഗോ ലാസ്റ്റ് വീക്ക്, അവൻ കഴിഞ്ഞ ആഴ്ച പോയില്ല. ഹി ഡിഡൻറ്റ് ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അവൻ തിന്നില്ല. ഹി ഡിഡൻറ്റ് ഡ്രിങ്ക് ദാറ്റ് കോഫി, ആ കാപ്പി അവൻ കുടിച്ചില്ല. ഐ ഡിഡൻറ്റ് തിങ്ക് സോ, ഞാനങ്ങനെ വിചാരിച്ചില്ല, ഞാനങ്ങനെ ചിന്തിച്ചില്ല. ഐ ഡിഡൻറ്റ് റൈറ്റ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് എഴുതിയില്ല. ഐ ഡിഡൻറ്റ് കം യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ വന്നില്ല. ഐ ഡിഡൻറ്റ് റൺ ആഫ്റ്റർ ദ ഡോഗ്, പട്ടിയുടെ പിറകെ ഞാൻ ഓടിയില്ല. പ്രിപ്പോസിഷനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അപ്പോൾ നിങ്ങൾ എന്താക്കണം, സെൻറ്റൻസുകളുടെ വലിപ്പമൊക്കെ കൂട്ടി നോക്കണം. ഇപ്പം നെഗറ്റീവ് കുറച്ചും കൂടി നമ്മളിന്ന് പഠിച്ചു കഴിഞ്ഞു.
താങ്ക് യു.